ടോവിനോ തോമസ് 2013 ദുൽഖർ സൽമാന്റെ ABCD എന്ന സിനിമയിൽ അതിന് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്തൊരു ചുള്ളൻ ചെക്കൻ കടന്നു വരികയാണ്. ആളാണ് സിനിമയിലെ വില്ലൻ, ഒരു യങ് പൊളിറ്റീഷ്യന്റെ കഥാപാത്രം. അത് നൈസായി കൺവിൻസിംഗ് ആയി അദ്ദേഹം പോർട്രേ ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത വർഷം പൃഥ്വിരാജിന്റെ 7th ഡേ എന്ന സിനിമ മുഴുവൻ കണ്ടിട്ടും ആ ഒരു പടത്തിൽ മുൻപ് ABCDയിൽ കണ്ട സെയിം ആളുള്ള കാര്യം നോട്ടീസ് ചെയ്യാനേ പറ്റിയില്ല. ശേഷം 2015 എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ അപ്പു. ചില സിനിമകളിൽ നമ്മൾ നായകന്മാരെക്കാൾ കൂടുതൽ ഓർത്തിരിക്കുന്ന ചില കഥാപാത്രങ്ങൾ ഉണ്ടാവില്ലേ? അതായിരുന്നു മൊയ്തീനിലെ അപ്പു. ആ കഥാപാത്രത്തിന്റെ ഇമ്പാക്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ ആ വർഷം അവസാനം ദുൽഖർ സൽമാന്റെ ചാർലി എന്ന സിനിമയിൽ കാര്യം ഇദ്ദേഹത്തിന്റെ വലിയ റോളൊന്നുമല്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ കിട്ടിയ കയ്യടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ കയ്യടി മൊത്തം വന്നിരിക്കുന്നത് ആളുകൾ അപ്പുവിനെ ഓർത്തിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ശേഷം 2016 ഉണ്ണി മുകുന്ദന്റെ സ്റ്റൈൽ എന്നൊരു ആക്ഷൻ സിനിമ ഇറങ്ങുന്നു. പടം വലിയ വിജയമായില്ലെങ്കിലും പിൽക്കാലത്ത് അത് യൂട്യൂബിൽ ഇറങ്ങിയപ്പോൾ ആളുകൾ, അതും മലയാളികളല്ല നോർത്ത് ഇന്ത്യൻസ്, വില്ലനായ എഡ്ഗറിനെ പൊക്കിയടിക്കുകയാണ്. അതിന്റെ കമന്റ് ബോക്സ് മൊത്തം എഡ്ഗർ മാത്രം. എന്നാൽ അതേ വർഷം മറ്റൊരു ടോവിനോ തോമസ് ചിത്രം കൂടി പുറത്തിറങ്ങിയിരുന്നു. ചിത്രത്തിന്റെ പേര് ഗപ്പി. ഒരുപക്ഷെ ഒരു സിനിമ തിയേറ്റർ വിട്ടതിനു ശേഷം അത് തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയതിന് ആളുകൾ ഇത്രയും ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് കാണിച്ച മറ്റൊരു മലയാള സിനിമ ഉണ്ടെന്ന് തോന്നുന്നില്ല. ആളുകളുടെ ഈ സ്നേഹപ്രകടനം കണ്ട് നായകനായ ടോവിനോ ഇതൊന്നുകൂടി തിയേറ്ററിൽ ഇറക്കിയാൽ നിങ്ങൾ പോയി കാണുമോ എന്ന് പ്രൊഡ്യൂസർ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും ഞാൻ ഓർക്കുന്നു. വർഷം 2017, ടോവിനോയുടെ കരിയറിലെ ഗോൾഡൻ ഇയർ.